സുഹൃത്തുക്കളെ, നമ്മൾ സ്നാപ്പ് കണ്ടിന്യൂ ആണ്. ഇന്ന് നം എന്ന് പറയുന്ന എന്നൊരു പ്രാർത്ഥന, നം എന്നൊരു പ്രാർത്ഥന ഋഷികേശൻ, ഡോക്ടർ പി ഋഷികേശിൻ്റെ കവിതകളാണ്. നമ്മുടെ സുഹൃത്താണ്, കുറേ കാലം മുമ്പ് തന്ന പുസ്തകമാണത്. എന്തായാലും ഇതിനകത്ത് വളരെ സൂക്ഷ്മവും സ്ഥൂലവുമായ കവിതകളുണ്ട്. ഇതിനകത്തൊക്കെ നമ്മൾ എങ്ങനെയാണ് യുദ്ധവിരുദ്ധത, ഫാസിസ്റ്റ് വിരുദ്ധത അല്ലെങ്കിൽ ജനാധിപത്യ ബോധം എങ്ങനെ ചെകഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് വിഷയം. നമ്മൾ ഒരു കവിയുടെ ഒരു ഒബ്സർവേഷനിൽ ചെറുതായിരിക്കാം, പക്ഷേ അതിനകത്തൊരു കണ്ടന്റ് ഉണ്ടായിരിക്കും, ഒരു സത്യം ഉണ്ടായിരിക്കും. അതെവിടെയോ ലോകനീതിക്ക് വേണ്ടിയുള്ളൊരു ഒരു 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 പ്രാർത്ഥനയായിരിക്കും. അപ്പോൾ നോക്കാം, നം എന്നൊരു പ്രാർത്ഥന. സ്നാപ്പ് നമ്പർ 1616. സച്ചിദാനന്ദ മാഷ കവിതകൾക്ക് ശേഷമാണ് നമ്മൾ വരുന്നത്. നമ്മൾ ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 5 വരെ എന്നുള്ളതാണ്. ചിലപ്പോൾ അത് ഒരു പ്രചോദനം അനുസരിച്ച് പിന്നെയും നീണ്ടുപോകാം. എന്തായാലും ഡൽഹിയിൽ വീണ്ടും സമരമുഖം തുറക്കുന്ന ഒരവസ്ഥയാണ്. നമുക്ക് കവികളെ കൂട്ടുപിടിക്കണം, കവികൾക്ക് പറയാനുള്ളത് കേൾക്കണം, ലോകത്തെ അറിയിക്കണം. സ്നാപ്സ് ചാക്കോടി അന്തിക്കാടിലാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. സിറ്റിംഗ് ഓർ സ്റ്റാൻഡിംഗ് നറേഷൻ ആൻഡ് ആക്ടിംഗ് പ്രാക്ടീസ്, അതാണ് ഈ സ്നാപ്പ്, SNAP, സിറ്റിംഗ് ഓർ സ്റ്റാൻഡിംഗ് നറേഷൻ ആൻഡ് ആക്ടിംഗ് പ്രാക്ടീസ്. ഓക്കെ, തമ്മിൽ സ്നാപ്പ് നമ്പർ 1616. 1616 നമ്മൾ തമ്മിൽ നമുക്ക് നോക്കാം. തമ്മിൽ നം, ഇതാണ് PB ഋഷികേശൻ മാഷ്. ഓക്കെ, നം വളരെ ചെറിയ കവിത, നീണ്ട കവിത രണ്ടുമുണ്ട്. നിന്നെ കുറിച്ചല്ലാതെ ഒന്നും പറയാനില്ല, നിന്നെ കുറിച്ചല്ലാതെ ഒന്നും പറയാനില്ലേ എന്ന് ഞാൻ എന്നോട്. നിന്നെക്കുറിച്ചല്ലാതെ ഒന്നും പറയാനില്ലേ എന്ന് ഞാൻ എന്നോട്. മനുഷ്യൻ്റെ ഒരു അതിൻ്റെ അകത്ത് സ്വാർത്ഥതയുള്ളപ്പോൾ തന്നെ സ്വയം പ്രശ്നമുണ്ട്. നിന്നെക്കുറിച്ചല്ലാതെ ഒന്നും പറയാനില്ലടാ എന്ന് ഞാൻ എന്നോട്. നോക്കാം, നമുക്ക് അടുത്ത സ്നാപ്പിലേക്ക് കിടക്കുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. PB ഋഷികേശ് മാസ്റ്ററുടെ കവിതകളിലൂടെയാണ്, ആക്ഷേപഹാസ്യ കവിതകളും വളരെ വേറെ തലത്തിലുള്ള ബിംബകൽപ്പനകളുള്ള കവിതകളാണ്. നമുക്ക് നിരക്ക് എന്ന് പറയുന്ന കവിതയാണ്. 1617 സ്നാപ്പായിട്ട് ഞാൻ ചെയ്യുന്നത് നിരക്കാണ്. നിരക്ക് നോക്കാം. നിരക്ക് ഈ കവിതയാണ്. ഋഷികേശ് മാസ്റ്റർ ഇതാണ്. ഓക്കെ, നിരക്ക്. കൊപ്രയുടെയും അടക്കയുടെയും റബ്ബറിൻ്റെയും നിലവാരം പോലെ മരണനിരക്ക് ഓരോ ദിവസവും കണ്ണിലും ചെവിയിലും. യുദ്ധവും വർഗീയ കലാപവും വംശീയ കലാപമൊക്കെ വരുമ്പോൾ ഇങ്ങനെയല്ലാതെ ഇങ്ങനെ കവിത കേരളത്തിലിരുന്ന് എഴുതുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കൊപ്രയുടെയും അടക്കയുടെയും റബ്ബറിൻ്റെയും നിലവാരം പോലെ മരണനിരക്ക് കണ്ണിലും ചെവിയിലും. മരണനിരക്ക് കണ്ണിലും ചെവിയിലും. PB ഋഷികേശ് മാഷുടെ കവിതയിലൂടെ പോകണം. നം എന്നൊരു പ്രാർത്ഥന. സ്നാപ്പ് നമ്പർ 1618. അധികാരി. ഇയാളുടെ 2 ചുണ്ടുകളും തമ്മിൽ ഒട്ടിപ്പോവണേ എന്നായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. തീർച്ചയായിട്ടും നമ്മൾ യുദ്ധത്തിനിരയായ മനുഷ്യർ ട്രംപിനെയൊക്കെ നോക്കി വേണമെങ്കിൽ പറയുമായിരിക്കും, ഇയാളുടെ 2 ചുണ്ടുകളും തമ്മിൽ ഒട്ടിപ്പോവണേ എന്നായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. അമർത്തുമ്പോൾ ശബ്ദമുണ്ടാവില്ലല്ലോ, പുറത്ത് കേൾക്കില്ലല്ലോ, വേറെ ആരും. തുറന്നിട്ടങ്ങളോ കൊല്ലാൻ പറയുന്നു. ഒട്ടിപ്പോയവനും മിണ്ടാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഓഫീസിലെത്തുമ്പോഴേ പ്രാർത്ഥന പോലെ അയാൾ വാ മൂടിക്കെട്ടി നിൽക്കുന്നു. ഇപ്പോൾ ഓഫീസിലെത്തുമ്പോഴേ പ്രാർത്ഥന പോലെ അയാൾ വാ മൂടിക്കെട്ടി നിൽക്കുന്നു.
ആംഗ്യം കൊണ്ട് പറയാവുന്നതിനൊരതിരുണ്ടല്ലോ. ആംഗ്യം കൊണ്ട് പറയാവുന്നതിന് അതിരുണ്ടല്ലോ. മുഖപടത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ദൃഷ്ടികൾക്കും. വായൊക്കെ മൂടിക്കഴിഞ്ഞാൽ ആംഗ്യം കൊണ്ട് പറയാവുന്നതിനൊരു അതിരുണ്ടല്ലോ. ഈ കണ്ണുകൾ കൊണ്ട് എന്തോരം പറയും, എന്നാലും പറഞ്ഞു കളയും. മുഖപടത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ദൃഷ്ടികൾക്കും ഒരു അതിരുണ്ടല്ലോ. ആ മൂടിപ്പോണേ ഏകാധിപതികളുടെ എന്നുള്ള പ്രാർത്ഥനയാണ്. ഓക്കെ, നമ്മൾ സ്നാപ്പ് തുടരുകയാണ്. ആ ഋഷികേശൻ PB ഋഷികേഷ് മാഷുടെ ഈ നം എന്നൊരു പ്രാർത്ഥന, അതിൽ സ്നാപ്പ് നമ്പർ 1619 വരുന്നു. വരവ്. വരവ് എവിടെയും എപ്പോഴും ഉണ്ടത്രേ. തൂണിലും തുരുമ്പിലും കാഴ്ച മുതൽ സ്പർശം വരെ. മിത്തോളജി പിടിച്ചിട്ടാ കളി. എവിടെയും എപ്പോഴും ഉണ്ടത്രേ, തൂണിലും തുരുമ്പിലും കാഴ്ച മുതൽ സ്പർശം വരെ. എന്തിലും എങ്കിലും തിരിച്ചറിഞ്ഞില്ല. പിന്നെ മഹാശാപം പേറിയ രാത്രിയും പകലുമല്ലാത്ത നേരത്ത് മനുഷ്യനും മൃഗവുമല്ലാത്ത ഒരു വിചിത്ര ജന്തു പോലൊന്ന് ഉടലിൽ പെട്ടെന്ന് ചാടി വീണപ്പോൾ കുടൽമാല പുറത്തു ചാടി ചോരയിൽ കുളിച്ച് മലർന്നു കിടന്നു. പിടയുമ്പോഴാണ് ഓഹോ ഇത് ഒരു കവിതയായിരുന്നു അല്ലേ എന്ന് തിരിച്ചറിയുന്നത്. ഇങ്ങനെ വേണ്ടിയിരുന്നുവോ നിന്റെ അവതാരം? കവിത വന്ന വഴിയാ. അതും ഫാസിസത്തിനെതിരെയുള്ള കവിതയാവുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ എന്താ പറയുക, നരസിംഹം ചാടി വന്ന് തൂണും തുരുമ്പിലൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അത് തൂണിന്ന് പിളർന്നു വന്ന് ഇങ്ങനെ വന്ന് കവിതയായിട്ട് ഇങ്ങനെ യുദ്ധപറിയന്മാരെങ്ങനെ പിടിക്കുന്ന സാധനം. എന്നാലും ഇങ്ങനെ വേണ്ടിയിരുന്നോ നിന്റെ അവതാരം? നം എന്നൊരു കവിതയിലൂടെ വീണ്ടും നമ്മൾ പോവാണ്. 1620 സ്നാപ്പാണ്. 1620 സ്നാപ്പ് വാമൂടി എന്നാണ്. വാമൂടി. ഫാസിസ കാലത്തെ കൂട്ടിക്കൊടുപ്പുകാരൻ്റെ റോളാണോ തനിക്ക് കിട്ടിയത് എന്ന് വാമൂടി സംശയിച്ചത് അപ്പോഴാണ്. ഫാസിസ കാലത്തെ കൂട്ടിക്കൊടുപ്പുകാരൻ്റെ റോളാണോ തനിക്ക് കിട്ടിയത് എന്ന് വാമൂടി സംശയിച്ചത് അപ്പോഴാണ്. അതീവ ജാഗ്രതയോടെ അരിച്ചരിച്ച് ഓരോ ശബ്ദത്തെയും ഉള്ളിലേക്കും പുറത്തേക്കും കടത്തിവിടും. സാമൂഹ്യ വ്യാപനം കാംക്ഷിച്ച് ഓരോ വാക്കും പുറത്തു കടക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ചുണ്ടുകൾ എത്ര പ്രോത്സാഹിപ്പിച്ചിട്ടും പുറത്തു കടക്കാൻ പറ്റാതെ ഞെരുങ്ങി പുറത്തു കടന്നവർ കാറ്റിലോ വെയിലിലോ വീണ് കാണാതായി. വാമൂടിയിൽ അനുസരണയോടെ വരിവരിയായി നിന്നവർ പുറത്തു വരാനാവാതെ അവിടെ തന്നെ കുഴഞ്ഞു വീണു. വാമൂടിയവരിൽ അനുസരണയോടെ വരിവരിയായി നിന്നവർ പുറത്തു വരാനാവാതെ അവിടെ തന്നെ കുഴഞ്ഞു വീണു. തീർച്ചയായിട്ടും എല്ലാ പ്രതിഷേധിക്കുന്നവരുടെയും വാമൂടിക്കെട്ടുന്ന ഫാസിസ്റ്റ് കാലമാണ്. അതിനെക്കുറിച്ചുള്ളൊരു മുന്നറിയിപ്പാണ് ഈ സ്നാപ്പ് 1620 വന്നിരിക്കുന്നത്. വീണ്ടും നമ്മൾ PB ഋഷികേശ് മാസ്റ്റർ നം എന്നൊരു പ്രാർത്ഥനയിലേക്ക്. വളരെ ചെറുതാണ്. 1621 ചില പേഴ്സണൽ സാധനങ്ങളും സാമൂഹ്യപരമായതും നാച്ചുറലായിട്ടുള്ളതും യൂണിവേഴ്സലായിട്ടുള്ളതും പല പല ഡയമെൻഷനിലുള്ള കവിതകൾ പോകും. ഇത് അവളുടെ എന്നാണ് ഈ കവിതയുടെ പേര്. 1621 അവളുടെ. അവൻ കണ്ടതേയില്ല പുഞ്ചിരി, അത് പുറത്തു കടക്കാനാവാതെ ശ്വാസം മുട്ടി. വാമൂടി ഒന്നും മിണ്ടിയില്ല. നേരത്തെ വന്ന കവിതയുടെ തന്നെ വേറെ തുടർച്ചയാണ്. അവളുടെ. അവൻ കണ്ടതേയില്ല പുഞ്ചിരി, അത് പുറത്തു കടക്കാനാവാതെ ശ്വാസം മുട്ടി. ശ്വാസം മുട്ടി. വാമൂടി ഒന്നും മിണ്ടിയില്ല. ചെറുതാണ്, പക്ഷെ
ഭയങ്കര ശക്തിയാണ്. അതിൻ്റെ തുടർച്ച പോലെ തന്നെയാണ് ഈ സ്നാപ്പ് നമ്പർ 1622 തുടർച്ച പോലെയാണ്. മാസ്ക്, നേരത്തെ ഈ മിണ്ടാട്ടം മുട്ടുക, വാമൂടുക, നിശബ്ദമായിരിക്കുക എന്നൊക്കെ പറയുന്നതിന് ഉള്ളൊരു സമീപനമാണ്. മാസ്ക്, പുറത്തു കിടക്കാൻ പറ്റാത്ത വാക്കുകൾ, പുറത്തു കിടക്കാൻ പറ്റാത്ത വാക്കുകൾ. തിരിച്ചുപോയത് എങ്ങോട്ടാവും? പുറത്തു കിടക്കാൻ പറ്റാത്ത വാക്കുകൾ തിരിച്ചുപോയത് എങ്ങോട്ടാവും? പുറത്തു കിടക്കാൻ പറ്റാത്ത വാക്കുകൾ തിരിച്ചുപോയത് എങ്ങോട്ടാവും? അതാണ് 1622. ചെറിയ നമ്മൾ സ്നാപ്പ് നമ്പർ 1623 പോകുന്നത്. ഓക്കെ, എല്ലുകൾ ഒറ്റ വരിയായി നീങ്ങുമുറുമ്പുകൾ അറ്റത്തു നീണ്ടു നിവർന്ന് കിടക്കുന്ന കുട്ടിയും, കുട്ടിയെ നോക്കിക്കിടക്കുന്നു കട്ടിലിൽ അമ്മയും. എല്ലുകൾ മാത്രമായി. വല്ലാത്തൊരു സർറിയലിസ്റ്റിക് ചിത്രമാണ്. എല്ലുകൾ ഒറ്റ വരിയായി നീങ്ങുമുറുമ്പുകൾ അറ്റത്തു നീണ്ടു നിവർന്നു കിടക്കുന്ന കുട്ടിയും, കുട്ടിയെ നോക്കിക്കിടക്കുന്നു കട്ടിലിൽ അമ്മയും. എല്ലുകൾ മാത്രമായി. ഒറ്റ വരിയായി നീങ്ങുമുറുമ്പുകൾ അറ്റത്തു നീണ്ടു നിവർന്നു കിടക്കുന്ന കുട്ടിയും, കുട്ടിയെ നോക്കിക്കിടക്കുന്നു കട്ടിലിൽ അമ്മയും. എല്ലുകൾ മാത്രമായി. എല്ലുകൾ മാത്രമായി. ഇത്തരം കവിതകൾ നമ്മൾ ആ ഒരു സൂക്ഷ്മതലം വിട്ടിട്ട് നമ്മൾ ചുമ്മാ അഭയാർത്ഥി ക്യാമ്പും അവിടേക്ക് അങ്ങ് വ്യാപിച്ച് കാണാൻ ശ്രമിക്കും. സ്നാപ്പ് നമ്പർ 1624 നമ്മൾ കടക്കുകയാണ്. പി ഋഷികേഷ് മാഷ് കവിതകളിൽ നിന്ന് ചെവി, ചെറിയ ചെറിയ കാര്യങ്ങളെ വെച്ചാണ്. അവിടെ സൂര്യൻ ഉണ്ടായിരുന്നില്ല, എപ്പോഴും രാത്രി. അവിടെ സൂര്യൻ ഉണ്ടായിരുന്നില്ല, എപ്പോഴും രാത്രി. വെളിച്ചത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയത് വളരെ മിടുക്കിയായ ഒറ്റ ചെവിയായിരുന്നു. അവിടെ സൂര്യൻ ഉണ്ടായിരുന്നില്ല, എപ്പോഴും രാത്രി. വെളിച്ചത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയത് വളരെ മിടുക്കിയായ ഒറ്റ ചെവിയായിരുന്നു. സ്നാപ്പ് നമ്പർ 1625 നമ്മൾ കടക്കുകയാണ്. ഓർമ്മ, പി ബി ഋഷികേഷ് മാഷുടെ ഡോക്ടർ പി ബി ഋഷികേഷ് മാഷുടെ കവിതകളാണ്. ഓർമ്മ, നം എന്നൊരു പ്രാർത്ഥന എന്നുള്ള കവിതാ സമാഹാരമാണ് ഓർമ്മ. എല്ലാം മറന്നു, സ്വന്തം പേര് പോലും, എന്നിട്ടും കാമുകിയെ തിരിച്ചറിഞ്ഞു ഇത്ര വലിയ ആൾക്കൂട്ടത്തിൽ. പ്രണയത്തിൻ്റെ ഉദാത്തതയാണ്. നമുക്കറിയാം, യുദ്ധഭൂമിയിലും അഭയാർത്ഥി ക്യാമ്പ് ബേസ് ചെയ്ത് അതിമനോഹരമായ സിനിമകൾ പോലും വന്നിട്ടുണ്ട്. അവിടെ ഒരു പ്രതീക്ഷയുടെ ഒരു കച്ചിത്തുരുമ്പ് എന്ന് പറയുന്നത് ഒരു പക്ഷേ സ്നേഹവും പ്രണയവും സാഹോദര്യമൊക്കെയാണ്. ഓർമ്മ, എല്ലാം മറന്നു, സ്വന്തം പേര് പോലും, എന്നിട്ടും കാമുകിയെ തിരിച്ചറിഞ്ഞു ഇത്ര വലിയ ആൾക്കൂട്ടത്തിൽ. സ്നാപ്പ് നമ്പർ 1626. ഇവിടെ നമ്മൾ 1-2 സ്നാപ്പ് കൂടിയും ചെയ്തിട്ട് നമ്മൾ നിർത്തുകയാണ്. ചെറുതുകൾ പരിചയപ്പെടുത്തുകയാണ്. ഋഷികേഷ് മാസ്റ്ററുടെ ഒരു ദാർശനികമായ ഒരു ഉൾക്കാഴ്ചയിൽ നിന്ന് വരുന്നതാണ്. നന്നായി എന്നാണ് ഈ സ്നാപ്പിൻ്റെ പേര്. 1626. നന്നായി. ചിലർ പറഞ്ഞു നന്നായി, എന്നാൽ എനിക്ക് നന്നായി അറിയാമായിരുന്നു ഒട്ടും നന്നായിട്ടില്ലെന്ന്. വാദിക്കാൻ നിന്നില്ല. എത്ര വാദിച്ചാലും എനിക്ക് എന്നെ തോൽപ്പിക്കാൻ ആവില്ലല്ലോ. സ്നാപ്പ് നമ്പർ 1627. ധ്യാനം. ഋഷി മാസ്റ്റർ നം എന്ന പ്രാർത്ഥന ചെറിയ ധ്യാനാത്മകമായ കവിതകളാണ്. ധ്യാനം. അടുപ്പിൽ വെച്ച പാത്രത്തിന് അതിൻ്റെ പരിമിതികളുണ്ട്. എത്ര ധ്യാനിച്ചാലും അത് തിളച്ചു മറിയും.
അടുപ്പിൽ വെച്ച പാത്രത്തിന് അതിൻ്റെ പരിമിതികളുണ്ട്. എത്ര ധ്യാനിച്ചാലും അത് തിളച്ചു മറിയും. വീണ്ടും നമ്മൾ 1628 സ്നാപ്പിലേക്കാണ് കിടക്കുന്നത്. PB ഋഷികേശ് മാസ്റ്ററുടെ സൂക്ഷ്മമായ കവിതകളാണ്. പോവൽ എന്നാണ് ഈ കവിതയുടെ പേര്. പോവൽ. കൈവിട്ടുപോയ പട്ടം അതേ കാറ്റ് തന്നെ തിരികെ കൊണ്ടുവന്ന് അതേ കൈകളിൽ തന്നെ തരും കെട്ടുകഥകളിൽ. കൈവിട്ടുപോയ പട്ടം അതേ കാറ്റ് തന്നെ തിരികെ കൊണ്ടുവന്ന് അതേ കൈകളിൽ തന്നെ തരും കെട്ടുകഥകളിൽ. ഒരു പോവലും സ്ഥിരമായ പോവലല്ല. ജീവിതം കെട്ടുകഥയല്ലെങ്കിൽ എന്താണ്? അങ്ങനെ തോന്നുന്ന അവസ്ഥയാണ്. ജീവിതം കെട്ടുകഥയല്ലെങ്കിൽ എന്താണ്? PB ഋഷികേശ് മാസ്റ്റർ മറ്റൊരു കവിത, ഇപ്പോഴും. ഭയങ്കര കവിത്വമുള്ള 4 വരിയാണ്. എനിക്ക് പക്ഷിലത്തുമ്പിൽ തുമ്പിയായി പറക്കുവാൻ കൊതി. എനിക്ക് പക്ഷിലത്തുമ്പിൽ തുമ്പിയായി പറക്കുവാൻ കൊതി. സാധിക്കുകയില്ലെന്ന് കരുതാൻ മടി ഇപ്പോഴും. എനിക്ക് പക്ഷിലത്തുമ്പിൽ തുമ്പിയായി പറക്കുവാൻ കൊതി. സാധിക്കുകയില്ലെന്ന് കരുതാൻ മടി ഇപ്പോഴും. മടി ഇപ്പോഴും. മടി ഇപ്പോഴും. ഇല്ലാത്ത കാര്യമായിരിക്കാം, പക്ഷേ ഭാവനയുടെ ഒരു ലോകമാണ്. ഒരു പക്ഷേ യുദ്ധത്തിനെതിരെ ഏറ്റവും കൂടുതൽ നമ്മൾ മനുഷ്യരാശി ഉയർത്തിപ്പിടിക്കേണ്ടത് ഭാവനയുടെ ലോകമാണ്. സമാധാനത്തിൻ്റെ ലോകമെന്ന് നമ്മൾ കോൺക്രീറ്റ് ആയിട്ട് പറയുമ്പോൾ പോലും ഭാവനാത്മകമായ ലോകം എന്നുള്ളതാണ്. അതിൻ്റെ വൈവിധ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ലോകമാണ്. അങ്ങനെയാണ് യുദ്ധത്തിനെതിരെ പോരാടാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസത്തെ ഈ സ്നാപ്പ് നമ്മൾ എന്നൊരു പ്രാർത്ഥന എന്ന PB ഋഷികേശ് മാസ്റ്റർ പുസ്തകങ്ങളിലെ പെട്ടെന്ന് ഫീൽ ചെയ്ത ചില കാര്യങ്ങളാണ്. ഒടുവിൽ എന്ന് പറയുന്ന ഒരു കവിതയാണ്. 1630 സ്നാപ്പായിട്ട് ഞാൻ ചെയ്യുന്നത്. ഒടുവിൽ എൻ്റെ കൈയും കാലും ഒക്കെ മുറിച്ച് ഒരു പുസ്തകമുണ്ടാക്കി, ചതുരത്തിൽ വെട്ടി മിനുസമാക്കി കവർ ചേർത്ത് ഭദ്രമാക്കി ബൈൻഡ് ചെയ്തെടുത്ത് ഞാൻ തന്നെ ഓടിച്ചു വായിച്ചു. തലങ്ങും വിലങ്ങും അക്ഷരത്തെറ്റ്, ചിരിക്ക് പകരം കരച്ചിൽ, കരയേണ്ടിടത്ത് കരയാതിരിക്കൽ. ഒടുക്കം ഞാൻ തന്നെ ശുദ്ധിപത്രം കൊണ്ടൊരു റീത്തും വെച്ചു. കറക്റ്റായിട്ട് പ്രതികരിക്കാൻ അറിയാത്തവരെ കുറിച്ച് അവസരവാദികളാവുന്നവരും അവരെ അതായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ എഴുതുന്നതിലൊക്കെ അക്ഷരത്തെറ്റ്, നമ്മൾ ജീവിക്കുന്നതിൽ അക്ഷരത്തെറ്റ്, സമരമില്ലാത്ത ജീവിതം, അക്ഷരത്തെറ്റ് മാത്രം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ കയ്യും കാലും ഒക്കെ മുറിച്ച് ഒരു പുസ്തകമുണ്ടാക്കി, ചതുരത്തിൽ വെട്ടി മിനുസമാക്കി കവർ ചേർത്ത് ഭദ്രമാക്കി ബൈൻഡ് ചെയ്തെടുത്ത് ഞാൻ തന്നെ ഓടിച്ചൊന്ന് വായിച്ചു നോക്കി. ഞാൻ തന്നെ ഓടിച്ചു വായിച്ചു. തലങ്ങും വിലങ്ങും അക്ഷരത്തെറ്റുകൾ. ഓ, ചിരിക്ക് പകരേണ്ട കരച്ചിൽ വന്നിരിക്കും. കരയേണ്ടിടത്തുണ്ട് കരയാതിരിക്കും. എതിർക്കേണ്ടിടത്ത് എതിർപ്പില്ല എന്നൊക്കെ വരികൾ വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം. ഒടുക്കം ഞാൻ തന്നെ എന്ത് ചെയ്തു? ശുദ്ധിപത്രം കൊണ്ടൊരു റീത്തും വെച്ചു. ശുദ്ധിപത്രം കൊണ്ടൊരു റീത്ത്. എങ്ങനെയുണ്ട് പ്രയോഗം? ഓക്കെ. അപ്പോൾ നമ്മൾ ജൂലൈ 30 തുടങ്ങി ഓഗസ്റ്റ് 15 വരെ പോകുന്ന ഈ സ്നാപ്പ് ഓരോ ദിവസം കടന്നു പോകും തോറും സ്നാപ്സ് ചാക്കോടിയന്തിക്കാട് എന്നുള്ള ആ ഒരു ചാനൽ, യൂട്യൂബ് ചാനലാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ വീണ്ടും വീണ്ടും നമ്മൾ പറയുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതിന് ഇഷ്ടപ്പെടുന്നവർക്ക് അയച്ചു കൊടുക്കും. പ്രത്യേകിച്ച് ഈ കവികൾ തന്നെ ചെയ്യേണ്ടത് ഇത്തരം ഒരു എക്സ്പ്രഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യജീവി 67-ാം വയസ്സിൽ ഈ നല്ല നീർക്കെട്ടും ഹൈ BP ഒക്കെ ഉള്ളപ്പോഴും നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തെ അറിയിക്കുക എന്നുള്ളതാണ്. എന്തായാലും യുദ്ധവെറിയന്മാരൊക്കെ തുലയട്ടെ, സമാധാനം ജനാധിപത്യമൊക്കെ ഞങ്ങൾ വാഴട്ടെ എന്നേ പറയാനുള്ളൂ. ഫാസിസം തുലയട്ടെ, ജനാധിപത്യം നീളാവട്ടെ. വളരെ വൈവിധ്യമാണ് ഇത്തരം ഭാവനകൾ. അതാണ് ജനാധിപത്യത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. തർക്കങ്ങളും പറഞ്ഞ സംവാദങ്ങളും ഭാവനാത്മകമായ വരികളും വസന്തം പോലെ വിടരുന്ന, അതായത് ഋതുക്കൾ മാറി മാറി വരുന്ന പോലെയുള്ള കവിതകളും വരണം.
ഇതെല്ലാം ഈ ഫാസിസ്റ്റുകൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല. കവിത തന്നെ വേണ്ട, കലയും വേണ്ട, സംസ്കാരവും വേണ്ട, അടിമത്തം മതി എന്ന് പറയുന്നു. അതിനെതിരെ ഉയർത്തിപ്പിടിക്കാനാണ് ഇങ്ങനത്തെ. ഇനി നമുക്ക് ശ്രീത്ത് അരിയല്ലൂരിൻ്റെയും ഒരുപാട് സംഗതികൾ വരാനുണ്ട്. ഇനി കുഴിപ്പുഴയുടെ വരാനുണ്ട്. ഒരുപാട് സ്ത്രീകളുടെ കവിതകൾ, നമ്മുടെ കൂട്ടുകാരികളുടെ കവിതകളുണ്ട്. ഓക്കെ, ലാൽ സലാം.